വാക്കിൽ നിന്ന് ശനി, ആ ശനി വിനയായി, വിന വിദ്വേഷമായി, വിദ്വേഷം വൈരാഗ്യമായി, വൈരാഗ്യം വാശിയായി, വാശി നാശമായി തീരുന്നുവെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അതുകൊണ്ട് വായിക്ക് തോന്നിയത് കോതയ്ക്കപ്പാട്ട് എന്ന ലൈനിൽ ആഞ്ഞടിക്കുന്ന MM മണിക്ക് മുന്നിൽ ചില സംശയങ്ങൾ ദിന്ദ്രയുടെ ഇത് CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്കും ചുമ്മാ കേൾക്കാം. അതായത് ഗ്രാമീണ ഭാഷയുള്ള നേതാവ് ഇത് മാത്രമാണോ പാർട്ടിയിലുള്ളത്? തെക്ക് നിന്ന് തുടങ്ങിയാൽ പക്കാ ഗ്രാമീണനായ ആനത്തലവട്ടം ആനന്ദൻ, റാന്നിക്കാരൻ രാജു എബ്രഹാം, കോട്ടയത്ത് സുരേഷ് കുറുപ്പ്, കൊച്ചിയിൽ S ശർമ്മ, തൃശ്ശൂരിൽ K രാധാകൃഷ്ണൻ, കോഴിക്കോട് രാമകൃഷ്ണൻ എന്നുവേണ്ട കണ്ണൂരിലെ MV ഗോവിന്ദൻ മാഷ് വരെ എല്ലാവരും ഗ്രാമീണ ഭാഷ മാത്രം പറയുന്ന നാട്ടുംപുറത്തുകാരായ ജനകീയ നേതാക്കൾ. ഇവരാരും അവരുടെ നാട്ടുവർത്തമാനത്തിൻ്റെ പേരിൽ പരസ്യശാസന കേട്ടതായി അറിവില്ല. അപ്പോൾ പെൺപിള ഒരുമിക്കിട്ടാണെങ്കിലും ഇടുക്കിയിലെ മാധ്യമപ്രവർത്തകർക്കെതിരെയാണെങ്കിലും MM മണി നടത്തിയത് നാട്ടുഭാഷയല്ല, മറിച്ച് ശുദ്ധ വൃത്തികേടാണെന്ന് പാർട്ടി തിരിച്ചറിയണം. ഏതെങ്കിലും സഞ്ചാരി കേരളത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് മൂന്നാറിലെത്തിയാൽ ഈ ഗ്രാമീണ ഭാഷാശൈലി കേട്ട് കോരിത്തെരിക്കില്ലെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇടുക്കിയിലേക്കൊരു സഞ്ചാരം. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്കുവശത്തായി പശ്ചിമഘട്ട മലനിരകൾക്ക് അപ്പുറം പാവയ്ക്ക പോലെ കിടക്കുന്ന സമുദ്രാതിർത്തിയുള്ള കരയാണ് കേരളം. സാക്ഷരതയും ആരോഗ്യവും വിദ്യാഭ്യാസവും എല്ലാം അത്യാവശ്യം നന്നായി ഉള്ള നാടാണ് കേരളം എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാം. ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ഭാഷാ വൈവിധ്യമാണ്. കേരളീയരുടെ പൊതുവ്യവഹാര ഭാഷ ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട വട്ടെഴുത്ത് ലിപിയുള്ള മലയാളമാണ്. എന്നാൽ നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് ശിലായുഗ മുനിയറകൾ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ പ്രത്യേകതരം ഗ്രാമീണ ഭാഷ സംസാരിക്കുന്ന ഒരു ഭരണാധികാരിയുടേതാണ്. പോലീസുകാർ വായി നോക്കികൾ നിങ്ങള് എന്നാ തിരക്കുകയായിരുന്നു അവിടെ. അതുകൊണ്ടാണ് ചെറിയുള്ള കത്തിയും കൂടും മേടിച്ച് തിരക്കാൻ പോയാൽ മതി. ഇനി പേരും വേറെന്താ എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഞങ്ങൾ 13 പേര് 1 2 3 4 ആദ്യത്തെ 3 പേരെ ആദ്യം കൊന്നു. വെടിവെച്ചാൽ കൊന്ന ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ തല്ലിക്കൊന്നു. എന്റെ പൊന്നെ, നിങ്ങൾ എനിക്കിട്ട് ചെയ്ത ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി. ചരിത്രാതീത കാലം മുതൽക്കേ വിദേശ ശക്തികൾ ഈ ഭാഷയെയും പാർട്ടിയെയും ആക്രമിക്കുന്നുണ്ടെന്നാണ് ഇവരുടെ വിശ്വാസം. മാധ്യമപ്രവർത്തകരെന്ന ഗോത്രവർഗമാണ് ഇവരുടെ പ്രധാന ശത്രു. പുതിയ വലത്തലം കൊണ്ട് വലുതായില്ലേ? ഇടുക്കിക്കാര് കൊഞ്ഞാടന്മാരാണെന്നുള്ള മട്ടിലാണ് ചാനൽ വിദഗ്ധന്മാർ മാതൃഭൂമി. സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരെ നിൽക്കുന്ന ഈ പ്രദേശത്ത് എല്ലാവരും ഇത്തരം ഭാഷകൾ സംസാരിക്കാറില്ല. മൂന്നാറിന്റെ കുളിരായ കോലാഹലമേട്ടിലെ അപൂർവ സുന്ദര ഭാഷാജ്ഞാനിയായും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഏതേലും ഒരു ദൈവത്തിന്റെ ദൈവപുത്രൻ പിറന്നത് പോലെ ഏതേലും ഒരു ഉദ്യോഗസ്ഥൻ വന്ന് സ്വർഗരാജ്യത്തേക്ക് ഈ ഇടുക്കി ജില്ലയിലെ ആളുകളെ അങ്ങ് കയറ്റിക്കളയുമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മനസ്സിലങ്ങ് വെച്ചാൽ മതി. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്താകെ പ്രതിഷേധം നടന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുണ്ട്, യുവജനങ്ങളുണ്ട്, മറ്റ് ജനാധിപത്യവാദികളുണ്ട്, എല്ലാ വിഭാഗവും ഉണ്ട്. മനസ്സിലായില്ലേ? അത് കോളേജിൽ ഇവിടെ പഠിപ്പ് ഉണക്കിയിട്ടുണ്ട്, പ്രകടനം നടത്തി കാണും. അവിടെ പോളിടെക്നിക്കില് ഞങ്ങളുടെ യൂണിറ്റാ പ്രവർത്തിക്കുന്നത്. അവിടെ ചെന്ന് കാണും. അവിടെ എന്ത് കസേര വാതിലടച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പളിന്റെ വേറെ ഇടപാടായിരുന്നു അവിടെ. അതാണ്, ഒരു സ്ത്രീയാണ്.
അവർക്കൊരുമാതിരി സൂക്കേടാ. ക്ലാസ് സ്കൂളിൽ എവിടെയെങ്കിലും വാതിലടച്ചിട്ട് പഠിപ്പീര് നടത്തും. അവിടെ പഠിപ്പീരല്ല, പിന്നെ വാതിലടച്ചിട്ട് വേറെ പണിയാ. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഇവിടെ കുരിശ്, പള്ളി, അമ്പലം, കുരിശ് പള്ളികള്, ശൂലം, ഇല്ലേ, മുസ്ലിം ദേവാലയം, ഇതൊക്കെ ഇരിക്കുന്നത് പട്ടയില്ലാത്ത ഭൂമിയിലാ പലയിടത്തും ഈ ജില്ലയിൽ. അതെല്ലാം പൊളിക്കാൻ ഒരു സബ് കളക്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൻ ഇറങ്ങി തിരിച്ചാൽ അവന് തലയ്ക്ക് സുഖമില്ല, ഊളംപാറയ്ക്ക് അയക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാനൊരു മലയാളി. ഓ, ഇവന്മാർ ഈ ചാനലുകാരല്ലേ ഇതെല്ലാം നടത്താൻ പോകുന്നത്. അവിടെ ഇവന്റെ കൂടെയോ സബ് കളക്ടറുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കിനായിരുന്നു ബ്രാൻഡി. എവിടെ പൂച്ച, പഴയ നമ്മുടെ പൂച്ച, ഗവൺമെന്റ് ഹൗസിൽ, ഗസ്റ്റ് ഹൗസിൽ കൂടിയും സകല പണിയുണ്ടായിരുന്നു. അമ്മാവാ, അമ്മാവനെ എന്താ എല്ലാരും കവലയെന്ന് വിളിക്കുന്നേ? എന്റെ കൈ ഫ്രീ അല്ല. അല്ലായിരുന്നേ കൊച്ചെ, നിന്റെ ഈ കിള്ളി ചോദ്യം ഇന്ന് ഞാൻ അവസാനിപ്പിച്ചേനെ. പെമ്പിളെ ഒരുമ നടന്നു. അന്നും കുടിയും സകല വൃത്തികളും നടന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ വനത്തിൽ, ആ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഞാൻ സ്ത്രീകൾക്ക് ആക്ഷേപകരമായി എന്തോ പറഞ്ഞു എന്ന് ആരോപിക്കുന്ന ചിലർ വിവാദത്തിന് അടിസ്ഥാനമാക്കിയ പ്രസംഗത്തിൽ ഒരിടത്തും സ്ത്രീ എന്ന വാക്കോ ഏതെങ്കിലും സ്ത്രീയുടെ പേരോ പരാമർശിച്ചിട്ടില്ല. போராட்டம் இனியும் தொடரும். நீங்க யாருமே பின்னாடி வராட்லும். தோட்டம் தொழிலாளிகளையும் பாவப்பட்டவர்களையும் தாழ்த்தப்பட்ட பெண்களை வியாசின்னு சொன்ன அவனை இந்த பொம்பளை உரிமை நாட்டு ரோட்ல நிறுத்துவோம். പുതിയ വലത്തലം കൊണ്ട് വലുതായില്ലേ? ഇനി മണിയാസാൻ ഒരു കുഴപ്പമുണ്ട്. എല്ലാവർക്കും വട്ടാണെന്നും സുബോധമില്ലെന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സത്യത്തിൽ ആർക്കാണ് കുഴപ്പം? ഓ രാജഗോപാൽ എന്ന് പറഞ്ഞ മാന്യദേഹം, അയാൾക്ക് തലയ്ക്ക് സുഖമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് പ്രായം തന്നെ എന്റെ കുഴപ്പമെന്ന് അയാളുടെ പറച്ചിൽ കേട്ടപ്പോ എനിക്ക് തോന്നുന്നു, ന്യായമായി എനിക്ക് തോന്നുന്നതാ. യോജിച്ച സമരത്തെ പറ്റി പറയുമ്പോ സുധീരൻ ഭായി പറയുന്നത് ഇവിടുത്തെ ജനവിരുദ്ധ ഗവൺമെന്റിന്റെ കാര്യം വെള്ളപൂശാൻ വേണ്ടി വേണ്ടെന്ന. അങ്ങേർക്ക് ഇതേപ്പറ്റി യാതൊരു സ്വബോധവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മാടമ്പിള്ളിയിലെ ആ ചിത്രരോഗി ഇയാളുള്ളിൽ ഇപ്പോഴും ഉണ്ടല്ലേ? CPM ഇപ്പോൾ പരസ്യശാസനയുടെ കാലമാണ്. കഴിഞ്ഞയാഴ്ച EP ജയരാജനായിരുന്നു. ഇപ്പോൾ മന്ത്രി മണിയാസാനും. പക്ഷേ മണിയാസാൻ്റെ പ്രതികരണം കണ്ടിട്ട് ശാസനയ്ക്ക് പകരം താരാട്ടാണ് കേട്ടതെന്ന് തോന്നുന്നു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടിരുന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? Mr. Bush. Yes, Ladan. O tara abhi jaldi kon balwatana kappalumai ettum. Mafia kata fame, Mafia 3, വെടിവെക്കരുത്. പടക്കം പൊട്ടിയപ്പോ ഞാൻ വിചാരിച്ചു എന്നാരും വെടിവെച്ചിട്ടതാണ്. രാത്രി കിടക്കുമ്പോഴേ നാമം ചൊല്ലിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വപ്നമൊക്കെ കാണും. അപ്പോൾ ഉച്ചരിക്കാത്ത വാക്കിന്റെ ഉടമയാണ് നമ്മൾ, ഉച്ചരിച്ച വാക്കിന്റെ അടിമയും. അബദ്ധം പറയുന്ന എല്ലാവർക്കും ദിന്തരികിടതവും എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഈ ആഴ്ചത്തേക്ക് വിടാം.